അപ്പോൾ നമ്മുടെ ഈ തോട്ടത്തിൽ ഫിസേറിയ ഉണ്ടെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി നമ്മൾ വേരുകൾ മാന്തി നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. വേരിൻ്റെ അറ്റം നന്നായിട്ട് കരിയും. അപ്പോൾ വേരിൻ്റെ അറ്റം കരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫിസേറിയ ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഹലോ നമസ്കാരം, ഫാർമേഴ്സ് ഫ്രണ്ട് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മൾ കർഷകർ വളരെയധികം പ്രതിസന്ധിയിലൂടെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ജൂലൈ മാസം പകുതിയായി ഇപ്പം നിലവിൽ. പക്ഷേ എല്ലായിടത്തും കാ പിടിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം. ഇപ്പം അതിനായിട്ടുള്ള ഒരു മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ കാലാവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള വ്യതിയാനമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം വളരെയധികം മഴ കുറവായിരുന്നു. എന്നിരുന്നാലും കഴിഞ്ഞ ആഴ്ചയിലേക്കായിട്ട് നമുക്ക് ഒത്തിരി മഴയൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച കുറച്ച് ഫീൽഡുകൾ വിസിറ്റ് ചെയ്യാൻ പോയി പുതിയതായിട്ട്. അപ്പൊ അവിടെയെല്ലാം കണ്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ചെടി വളരെയധികം മഞ്ഞച്ച് നിൽക്കുകയാണ്. അടിയിലെ പഴുക്കുകയും ചെടി മൊത്തത്തിൽ ഒരു പഴുത്ത് നിൽക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ അതിന്റെ കാരണം പരിശോധിച്ച സമയത്ത് വേരുകൾ മാറ്റി നോക്കിയപ്പോഴത്തേക്ക് ചിലയിടത്ത് നെമറ്റോഡ് ഉണ്ട്, ചിലയിടത്ത് ഫിസേറിയം, മറ്റു ചിലയിടത്ത് വേരുപുഴുവാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഓരോ ഏരിയ അനുസരിച്ച് ഓരോ പ്രദേശങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് ചെടി പഴുത്തു നിൽക്കുന്നത്. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കാരണങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ നേരിടാം എന്നതിനെ കുറിച്ചാണ്. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെമറ്റോഡിനെ കുറിച്ചാണ്. ഇപ്പൊ നമുക്ക് നമ്മുടെ തോട്ടങ്ങളിൽ അറിയാം ഈ നെമറ്റോഡ് എങ്ങനെയാണ് നമ്മുടെ തോട്ടങ്ങളിൽ ഉണ്ടെന്ന് അറിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ആദ്യം ചെടിയുടെ ഇലകളെല്ലാം വീതി കുറഞ്ഞ് ഒരു കുറുനാമ്പ് പോലെയാവും. അപ്പൊ നമ്മൾ അത് പരിശോധിക്കാൻ വേണ്ടി അത് മണ്ണ് മാറ്റി വേരുകൾ പരിശോധിക്കുമ്പോഴത്തേക്ക് വേരയിൽ ഒരു ബൾജ് ചെയ്ത് വേരിന്റെ അറ്റത്തും അല്ലെങ്കിൽ വേരിന്റെ പല ഭാഗങ്ങളിലായിട്ട് ബൾജ് ചെയ്ത് നിൽക്കുന്നത് കാണാം, ഒരു വണ്ണം വെച്ച് നിൽക്കുന്ന പോലെ. അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ തോട്ടങ്ങളിൽ നെമറ്റോഡ് ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നെമറ്റോഡ് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നമ്മുടെ മണ്ണിൽ കൊടുക്കുന്ന വളങ്ങളും ന്യൂട്രിയൻസുകളൊന്നും ചെടിക്ക് അപ്ടേക്ക് ചെയ്യാൻ പറ്റാതെ വരും. കാരണം ഓൾറെഡി ഈ നെമറ്റോഡ് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം സ്വാഭാവികമായിട്ട് നെമറ്റോഡുള്ള തോട്ടങ്ങളിൽ ഈ ചെടി നന്നായിട്ട് മഞ്ഞിക്കുകയും അതുപോലെ തന്നെ കാ പിടിക്കാതെ വരികയും മഞ്ഞപ്പിഞ്ച് പൊഴിയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് നെമറ്റോഡിനെയാണ്. അപ്പോൾ എനിക്ക് കർഷകരോട് ആദ്യം തന്നെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യം ഇലകൾ ഇങ്ങനെ കുറുനാമ്പായിട്ടുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട കാര്യം ഇത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. അത് ഉറപ്പ് വരുത്തുന്നതിനായിട്ട് ആദ്യം വേരുകൾ പരിശോധിക്കാം. അപ്പോൾ വേരുകളിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ സിംറ്റംസ് ഉണ്ടെന്ന് ഉറപ്പാണെങ്കിൽ ഇതിനുള്ള സൊല്യൂഷൻസിലേക്ക് മാത്രം പോവുക. അപ്പോൾ ഇതിനായിട്ട് നമുക്കിപ്പോൾ നെമറ്റോഡുള്ള ഒരു തോട്ടങ്ങളിൽ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, ആദ്യം ഒന്നാമതായിട്ട് ഞാൻ പല ഫീൽഡുകളും കൊടുത്ത് റിസൾട്ട് ഉള്ള ഒരു കോമ്പിനേഷനാണ് മാർഷിൽ 300 മില്ലി, അതിൻ്റെ കൂടുതൽ കാർബൺ ഡാസിം 200 ഗ്രാം. അപ്പോൾ അത് 200 ലിറ്റർ മിക്സ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ്. അപ്പോൾ അത് നമുക്ക് ഉറപ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റും, നല്ല റിസൾട്ടാണ്. കാരണം വെച്ചാൽ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫിസേറിയം കൺട്രോൾ ആവും, അതുപോലെ തന്നെ നെമറ്റോഡും വേരുപുഴും കൺട്രോൾ ആവും. അല്ലെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ മാർഷിലിൻ്റെ തൊട്ട് സ്പ്രിന്റ് ഉപയോഗിക്കാം. സ്പ്രിന്റ് ഉപയോഗിക്കുന്ന സമയത്ത് 300 ഗ്രാം സ്പ്രിന്റും ഒരു 300 മില്ലി മാർഷിലോട് ചേർത്ത് ഉപയോഗിക്കാനാണ്. രണ്ടാമതായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു കോമ്പിനേഷൻ എന്താണെന്ന് വെച്ചാൽ പുതിയതായിട്ട് മാർക്കറ്റിൽ വന്ന ഒരു പ്രൊഡക്റ്റാണ്. ഏകദേശം 1 വർഷത്തോളമായി. അപ്പോൾ ഉപയോഗിച്ചെടുത്തടുത്ത് നല്ല റിസൾട്ട് ലഭിക്കുന്നുണ്ട്. വാനിവ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ്. അപ്പോൾ വാനിവ ഒരു 20 മില്ലി, അതിൻ്റെ കൂട്ടത്തിൽ CTPR കൊളാൻഡ്ര മില്ലിപ്രോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അതൊരു 10 മില്ലി പ്ലസ് തയോമിതോക്സാം ഒരു 50 ഗ്രാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് 200 ലിറ്റർ മിക്സ് ചെയ്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വേരുപുഴു, നമ്മുടെ നെമറ്റോഡ്, അതുപോലെ തന്നെ മീലി ബഗ്സിനും ഒരു കൺട്രോൾ ലഭിക്കുന്നതാണ്. പിന്നെ മാർക്കറ്റിൽ വളരെയധികം ഫെമിലിയർ ആയിട്ടൊരു പ്രൊഡക്റ്റാണ് വേലംബ്രൈൻ. നമുക്കറിയാവുന്ന പോലെ എക്സലന്റ് റിസൾട്ട് ഉള്ള പ്രൊഡക്റ്റാണ് നെമറ്റോഡിന്. അപ്പം വേലംബ്രൈൻ നമുക്ക് 100 മില്ലി അല്ലെങ്കിൽ 80 to 100 മില്ലി മാക്സിമം. ഒരു പ്രാവശ്യം വേലംബ്രൈൻ ഉപയോഗിച്ച ആളാണെന്നുണ്ടെങ്കിൽ 100 മില്ലി തന്നെ മസ്റ്റായിട്ട് ഉപയോഗിക്കാം. ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 80 മില്ലി തന്നെ ധാരാളമായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ അസോസ്ട്രോബിൻ പ്ലസ് ടെബിക്കോണസോൾ ഏതെങ്കിലും നല്ല ബ്രാൻഡിന്റെ മിക്സ് ചെയ്ത് 200 ലിറ്ററിന് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫിസേറിയം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നെമറ്റോഡും കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു 3 കോമ്പിനേഷൻസ് വളരെയധികം റിസൾട്ട് ലഭിക്കുന്ന ഒരു പ്രൊഡക്ട്സുകളാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലിബ്രോ ഒരു 60 മില്ലി, അതിൻ്റെ കൂടെ ഒരു കാർബൺ ഡാസ് ഒരു 250 ഗ്രാം കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതും നല്ല റിസൾട്ട് ഉള്ള കോമ്പിനേഷൻസ് ആണ്. ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള 4 കോമ്പിനേഷൻസ് ആണ് ഞാൻ പറഞ്ഞത്. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് വെച്ച് നല്ല റിസൾട്ട് ലഭിക്കുന്ന കോമ്പിനേഷൻസ്. ഇനിയും ഒരുപാട് പ്രൊഡക്ട്സുകളുണ്ട്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പല തോട്ടങ്ങളും കൊടുത്ത റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്ന കോമ്പിനേഷൻസ് ഒക്കെ. അപ്പം രണ്ടാമതായിട്ട് നമ്മൾ കണ്ടുവരുന്ന പ്രധാന പ്രശ്നമാണ് വേരുപുഴു. അപ്പം വേരുപുഴു ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇലയിലേക്ക് ഒരു മഞ്ഞപ്പ് കാണാം. ഇലയുടെ നടുഭാഗമൊക്കെ നന്നായിട്ട് മഞ്ഞിച്ച് സൈഡ് ഭാഗം പച്ചിച്ച് നിൽക്കുകയാണ് സാധാരണ കാണാറുള്ളത്. അല്ലെങ്കിൽ നമ്മൾ തോട്ടത്തിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, ചില തിളങ്ങുന്ന വണ്ടുകളെ കാണാൻ സാധിക്കും. അതുണ്ടെങ്കിലും വേരുപുഴുവിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് നമുക്ക് ഉറപ്പാക്കാം. അത് കൃത്യമായിട്ട് നമുക്ക് ഉറപ്പ് വരുത്തണമെങ്കിൽ നമ്മൾ മണ്ണ് മാറ്റിയതിന് ശേഷം വേരുകൾ നോക്കുമ്പോഴത്തേക്ക് വേരുപുഴു ലൈവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നം നിലവിലുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ 2-3 മരുന്നുകളുടെ പേര് ഞാൻ പറയാം. ഒന്നാമതായിട്ട് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് ഒരു പ്രൊഡക്റ്റാണ് ക്ലോത്തിയാഡിന്റെ ഒരു 25 ഗ്രാം 200 ലിറ്റർ മിക്സ് ചെയ്ത് ചെടിയുടെ ചുവട്ടിൽ ഒരു 5-6 ലിറ്റർ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വേരുപുഴു നല്ല രീതിയിൽ കൺട്രോൾ ലഭിക്കും.
രണ്ടാമതായിട്ട് ഒരു പ്രൊഡക്റ്റ് ആണ് TCT എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ്. അത് GSP എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് ആണ്. അതിനകത്ത് പൈറോക്ലോറോസ്റ്റോബിൻ, ടോത്തിയാഡിൻ, പിറം എന്ന് പറഞ്ഞ 3 മോളിക്യൂൾസ് ആണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത് 200 ലിറ്ററിന് 100 ടു 125 മില്ലിയാണ് ഡോസേജ്. അത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം ഫിസേറിയം അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ വേരുപുഴു അതുപോലത്തെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു കൺട്രോൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി മൂന്നാമതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കോമ്പിനേഷൻസ് ആണ്, അതായത് ക്ലോറി ഫൈറിഫോസ്. അത് 20 EC ആണ് ഒരു 500 ml. അതിൻ്റെ കൂട്ടത്തിൽ ഒരു മിഡ ഒരു 30 ഗ്രാം 70% ഉള്ള. അപ്പം അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഹെക്സാകോണസോൾ ഒരു 200 മില്ലിയോട് ചേർത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതും മാത്രമാണ് ഇതിനകത്ത് കോമ്പാക്റ്റബിൾ ആയിട്ടുള്ളത്. കാരണം വെച്ചാൽ ഈ ക്ലോറിയുടെ കൂടത്തെ ഒരുപാട് പ്രൊഡക്ട്സുകൾ കോമ്പാക്റ്റബിൾ അല്ല. കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരുപാട് മോളിക്യൂൾസ് ക്ലോറി ആയിട്ട് കോമ്പാക്റ്റബിൾ അല്ല. അതുകൊണ്ട് ഈ പറഞ്ഞൊരു കോമ്പിനേഷനിലേക്ക് പോവുകയാണെങ്കിൽ ക്ലോറി, മിഡ, ഹെക്സാകോൺസോളോടെ മിക്സ് ചെയ്ത് നമുക്ക് ഡ്രിഞ്ചിയോടെ ഇത് അത്യാവശ്യം നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആണ്, വളരെയധികം ഒരു ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു കോമ്പിനേഷൻ ആണ്. അപ്പം ഇത് നമുക്ക് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു 3 കോമ്പിനേഷൻ നമ്മുടെ ഒരു സിവിയാരിറ്റി അനുസരിച്ച് നമ്മുടെ തോട്ടത്തിൽ വേരുപുഴുവിന്റെ സാന്നിധ്യത്തിന്റെ ഒരു റേഷ്യോ അനുസരിച്ച് നമുക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ നെമറ്റോഡിനെ കുറിച്ചും വേരുപുഴുവിനെ കുറിച്ച് പറഞ്ഞു. മൂന്നാമതായിട്ടുള്ള പ്രധാന വില്ലനാണ് ഫിസേറിയം. ഇപ്പൊ തോട്ടങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഈ തോട്ടത്തില് കേട്ടോ, അപ്പം അത്യാവശ്യം കായൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഫിസേറിയം ഉണ്ട്. അപ്പൊ ഈ ഫിസേറിയം ബാധിച്ചപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഫിസേറിയത്തിന്റെ സിംറ്റംസ് ആണ് ഈ പോള പൊളിച്ചില്, അതുപോലെ തന്നെ അടിയില വഴുകുന്നതും ഈ ഫിസേറിയത്തിന്റെ സിംറ്റംസ് ആണ്. അപ്പൊ നമ്മൾ ഈ തോട്ടത്തിൽ ഫിസേറിയം ഉണ്ടെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി നമ്മൾ വേരുകൾ മാന്തി നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. വേരിന്റെ അറ്റം നന്നായിട്ട് കരിയും. അപ്പൊ വേരിന്റെ അറ്റം കരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫിസേറിയ ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഫിസേറിയത്തിന് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അതിനെ പിടിച്ചു നിർത്താൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദ്യം ഒരു 3 മാസങ്ങൾ കൂടുമ്പോഴത്തേക്ക് മസ്റ്റ് ആയിട്ട് ഒരു ഫംഗിസൈഡ്, അത് വിവിധ ഗ്രൂപ്പുകളിൽപ്പെട്ട് റിപ്പീറ്റ് ചെയ്യാതെ വേറെ വേറെ ഗ്രൂപ്പുകളിൽപ്പെട്ട ഫംഗിസൈഡുകൾ ഫിസേറിയത്തിന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കൺട്രോൾ കിട്ടും. പക്ഷേ നമുക്കൊരു പ്രോപ്പർ ഒരു കൺട്രോൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുന്ന ഒരു രീതി എന്താണെന്ന് ചോദിച്ചാൽ ഡ്രഞ്ചിങ് തന്നെയാണ്. ഇപ്പം നോർമലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക വെച്ചാൽ ഒരു 5 മാസത്തിന് 6 മാസത്തിനിടയ്ക്ക് ഒരു ഡ്രഞ്ചിങ് കൊടുത്തു കഴിഞ്ഞാൽ ഫിസേറിയത്തെ നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഫിസേറിയത്തിനെ കൺട്രോൾ ചെയ്താൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ചെടിയുടെ വളർച്ചയും മാറും, അതുപോലെ തന്നെ കാ പിടുത്തത്തിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഫിസേറിയം മൂലം കാരണമാകുന്ന വെച്ചാൽ ഈ സൈലം ഫ്ലോയം വെസൽസ് ബ്ലോക്ക് ആകുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സ്പ്രേ വഴി കൊടുക്കുന്ന ന്യൂട്രിയൻസോ അല്ലെങ്കിൽ ചോട്ടിൽ ഇട്ട് കൊടുക്കുന്ന ന്യൂട്രിയൻസോ അല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കുന്ന ന്യൂട്രിയൻസോ ചെടിക്ക് അപ്ടേക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അതുകൊണ്ടാണ് ചെടി പെട്ടെന്ന് മഞ്ഞിക്കുകയും അതുപോലെ തന്നെ കാ പിടിക്കാത്തതിലേക്ക് വരുന്നതിന്റെ ഒരു കാരണം. അപ്പൊ അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു ബേസിക് ആയിട്ടുള്ള കോമ്പിനേഷൻ എന്താ വെച്ചാൽ കാർബൺ ഡാസി ഒരു 200 ഗ്രാം, അതുപോലെ തന്നെ ഹെക്സാകോണസോൾ ഒരു 200 മില്ലിയോട് മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിലൂടെ മിക്സ് ചെയ്ത് വരുന്ന പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോഫിയ എന്നാണ് ആ പ്രൊഡക്റ്റിന്റെ പേര്. അതൊരു 300 ഗ്രാം അല്ലെങ്കിൽ 300 ടു 400 മില്ലി വരെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് 200 ലിറ്ററിന്. അപ്പൊ അത് ഉപയോഗിച്ച് കഴിഞ്ഞാലും ഡ്രിഞ്ച് ചെയ്ത് കൊടുത്താലും നല്ല റിസൾട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഗ്ലാൻസ് ട്രൈഫ്ലോസിസ്റ്റോമിൻ പ്ലസ് ടെബിക്കോണസോൾ, അതൊരു 60 ടു 80 ഗ്രാം സിവിയാരിറ്റി അനുസരിച്ച് ഒരു ഡ്രമ്മിൽ മിക്സ് ചെയ്തിട്ട് ചൂട്ടിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ്. അപ്പൊ അതുപോലെ തന്നെ പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റിയ മരുന്നുകളാണ് ഗലീലിയോ വേ. ഗലീലിയോ വേ ഒരു 200 മില്ലി, അതിൻ്റെ കൂടെ ഒരു മാംഗോ സെപ്പ് കൂടെ, അത് മറ്റ് 2 കെമിക്കൽസും സിസ്റ്റമിക് ആണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഒരു കോൺടാക്ട് ആയിട്ടുള്ള ഒരു ഫംഗിസൈഡോട് ചേർത്ത് മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു മാസത്തിലേക്ക്. അപ്പൊ അതുപോലെ ഓരോ സാഹചര്യം അനുസരിച്ച് നമുക്ക് മരുന്നുകൾ മാറ്റി മാറ്റി നമുക്കിപ്പോൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം ഇപ്പൊ ഈ ജൂലൈ മാസം പകുതിയായി ഇപ്പൊ നിലവിൽ. അപ്പം ഇപ്പൊ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ കൺട്രോൾ ചെയ്തെങ്കിൽ മാത്രമേ ഇപ്പം നമുക്ക് നിലവിൽ ഒരു കാപിടുത്തം ഇല്ലെങ്കിലും അത് ആഗസ്റ്റ് സെപ്റ്റംബറിലേക്ക് വരുമ്പോഴത്തേക്കും നല്ലൊരു എടുപ്പെടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം ആ ഒരു രീതിയിലേക്ക് കർഷകർ മാറി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, പ്രധാനമായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കുക, അതായത് അതിന്റെ ഒരു പ്രോബ്ലം മനസ്സിലാക്കുക. സൊല്യൂഷൻസ് ഒരുപാടുണ്ട്. അപ്പൊ ഈ പ്രോബ്ലം ഇതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മസ്റ്റായിട്ട് അത് ട്രീറ്റ് ചെയ്ത് നമുക്ക് അതിന്റെ റിസൾട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഇപ്പൊ നമുക്കിത് മനസ്സിലാവുന്നില്ല, അത് കണ്ടിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെയൊക്കെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ അഡ്വൈസ് നമ്മൾ തരുന്നതായിരിക്കും. അപ്പം ഇനിയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മുടെ ഈ മാസം മഴ പെയ്തോടുകൂടി കൊത്തഴിയിൽ തുടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ തട്ടമറച്ചിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് ഇതൊരു ഒരു 2 പാർട്ടായിട്ടാണ് നമ്മൾ ഇത് എടുക്കുന്നത്. അപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ അടുത്ത വീഡിയോയിലായിട്ട് ഇടുന്നതായിരിക്കും. അപ്പൊ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളോ അങ്ങനെയൊക്കെ എന്തുണ്ടെങ്കിൽ നമുക്ക് കമന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഫോൺ വിളിച്ചോ അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്